സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന അല്ലെ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി തന്നെയാണ്. അതിലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. അതല്ല എൻ്റെ ഒരു ശരി, അത് തന്നെയാണ് ശരി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ടില്ലേ, കുറച്ചുകൂടി നിങ്ങളൊന്ന് ആത്മസമീപനം പാലിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് മുണ്ട് മടക്കി കുത്തേണ്ടി വരും. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്, അല്ലെങ്കിൽ പൂച്ച പെറ്റി കിടക്കുന്ന പൊതുഖജനാവുള്ള പാപ്പരായ ഒരു സംസ്ഥാനമാണ്. ഇതാരാണ് പറയുന്നത്? ഏറ്റവും മുതിർന്ന നേതാവ്, എന്തിൻ്റെയാണ്? കോൺഗ്രസിന്റെ ഏറ്റവും തലമൂത്തപ്പൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് വന്നിട്ട് പറയുന്നത് ഈ പൊതുഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്, 1 രൂപ പോലും ഇല്ല, എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഈ ഇടതുപക്ഷ സർക്കാർ പോകുന്ന സമയത്ത് 1 രൂപ പോലും ബാക്കി വെക്കാതെ എല്ലാം തൂത്ത് തുടച്ചിട്ടാണ് പോയിരിക്കുന്നതെന്നാണ് എ കെ ആന്റണി സാറ് പറഞ്ഞത്. എന്നാൽ ആ എ കെ ആന്റണി സാർ പറഞ്ഞൊരു കാര്യത്തിനെ തന്നെ തള്ളിക്കൊണ്ട്, അല്ലെ എ കെ ആന്റണി സാർ പറഞ്ഞൊരു കാര്യം അത് വലിയ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പിന്നീട് വന്നിട്ട് നടത്തുന്ന കുറെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. അതായത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഇവിടെ നിന്നാണ്, പൊതുഖജനാവിൽ നിന്നാണ്. അതായത് ഈ പൂച്ച പെറ്റി കിടക്കുന്ന പൊതുഖജനാവിൽ നിന്നാണ്. ഈ പൂച്ച എന്ത് പൂച്ചയാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ ആ പൂച്ചയെ നമുക്ക് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ വളർത്താം. കാര്യം ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ ഈ പണ്ടൊരു രൂപം വീട്ടിൽ വെക്കുമായിരുന്നില്ല, അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല പണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ രൂപം വീട്ടിൽ വെക്കാറുണ്ട്, കുടവയറൊക്കെ ഉള്ള ഒരാളുടെ. എന്ന് പറയുന്ന പോലെ എന്തൊരു മാന്ത്രിക പൂച്ചയാണ് നമ്മുടെ പൊതുഖജനാവിൽ പെറ്റി കിടക്കുന്നത്. ആ പെറ്റി കിടക്കുന്ന പൂച്ചയുടെ ഒരു പ്രഭാവലയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം കൊണ്ടൊക്കെ ആയിരിക്കണം ഇന്ന് നമ്മുടെ വലതുപക്ഷ സർക്കാരിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പൂച്ച പെറ്റി കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വീണ്ടും 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 തലങ്ങും വിലങ്ങും ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അടക്കം, അതേപോലെ തന്നെ അവരുടെ പാർട്ടിയിലുള്ള ദീപ്തി മേരി വർഗീസ് അടക്കം എല്ലാ ആളുകളും ഇന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത് പൂച്ച പെറ്റി കിടക്കുന്ന ഒരു പൊതുഖജനാവെന്നാണ്. ഇതിന് മറുപടി എന്നോണം ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ ഒരു അനുഭാവിയായിട്ടുള്ള ഈ സംഘികളുടെ കോട്ടയിൽ കയറി സംഘികളുടെ അണ്ണാക്കിലും അന്നനാളത്തിലും തിരിയൊഴിച്ച, അല്ല നിറയൊഴിച്ച ഒരു പെൺകുട്ടിയുണ്ട്. പെൺപുലി എന്ന് തന്നെ നമുക്ക് വിളിക്കാം, നീനു എന്ന് പറയുന്നത്. ആ നീനു ഈ ഒരു പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവ് എന്നുള്ളൊരു കാര്യത്തിന് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾക്ക് ഒരു മറുപടിയുമായിട്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം. കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇതൊരു രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ല, ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ മാത്രമാണ്. ഖജനാവ് പൂച്ച പറ്റി കിടക്കുകയല്ല സർ, ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട സാമ്പത്തിക നില റിപ്പോർട്ടാണ്. 2026 മെയ് 1 റിപ്പോർട്ട് പ്രകാരം ട്രഷറി ബിൽസ് വഴി വലിയ നിക്ഷേപമാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ കൈവശമുള്ള ട്രഷറി ബില്ലിന്റെ മൊത്തം മൂല്യം 5429 കോടി രൂപയാണ്. ഇത് കേരള സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് 2026 മെയ് 20 നൽകിയ RTI മറുപടി കത്താണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെയിലി പൊസിഷൻ മെമ്മോ പ്രകാരം 5429 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ സർപ്ലസ് ഫണ്ട് അഥവാ അധിക നിക്ഷേപമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരാൾക്കും അത് വായിച്ചാൽ മനസ്സിലാവും. 4000 കോടി ട്രഷറിയിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രസ്താവന ഇറക്കി. തീർത്തും ശരിയല്ലാത്ത കാര്യമാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു, ശരിയല്ലാത്ത കാര്യമാണ്. കാരണം 4000 കോടി രൂപയല്ല, 5429 കോടി സർപ്ലസ് ഉള്ള ഖജനാവാണ് സാർ. പറഞ്ഞത് കൂടുതലുണ്ട്. രാഷ്ട്രീയ വിമർശനമാവാം, പക്ഷേ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളക്കഥ കെട്ടിച്ചമയ്ക്കുന്നത് നിങ്ങളുടെ നിറകെട്ട രാഷ്ട്രീയമാണ്. ഇതൊരു തീർച്ചയായിട്ടും ഇവരുടെ നെറികെട്ട രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് ഇവർ ഇതുവരെ എത്തിയിരിക്കുന്നത്. 100 സീറ്റുകൾക്ക് മുകളിൽ വിജയിച്ചിരിക്കുന്നത്, ഒരുപാട് MLA മാരെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ നെറികെട്ട രാഷ്ട്രീയം, നെറികെട്ട കളികളും എല്ലാം ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ കളിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും. അതുകൊണ്ട് തന്നെയും ആ സോഷ്യൽ മീഡിയയെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ നല്ലൊരു ക്യാമ്പയിൻ എന്നോണം ഇവർ കളിക്കുന്നുണ്ട്. എന്തൊരു കാര്യം വന്നാലും ഒരു ഫാക്ട് ചെക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചാലും, അല്ലെങ്കിൽ കൺമുൻപിൽ കൊണ്ട് നിർത്തി കാണിച്ചാലും ഇവർ പറയും ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല, ഇതെല്ലാം UDF സർക്കാർ നടപ്പിലാക്കിയതെന്നുള്ളത്. അതായത് ഉമ്മൻചാണ്ടി കല്ലിട്ടിട്ട് പോയി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിഴിഞ്ഞം ഹാർബർ അടക്കം, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ വയനാട്ടിലെ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് വരെ ഉമ്മൻചാണ്ടി കല്ലെടുത്ത് എറിഞ്ഞെന്നൊക്കെ വേണമെങ്കിൽ ഇവർ പറയാം. അതായത് പറഞ്ഞു വരുമ്പോൾ പഴശ്ശിരാമനല്ല കേരളം ഉണ്ടാക്കിയത്, ഉമ്മൻചാണ്ടിയാണെന്ന് വരെ ഇവർ പറഞ്ഞു തീർക്കാം. എനിക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോട് ഒരു തീർപ്പ്, ഒരു വിയോജിപ്പ് ഒന്നുമില്ല. നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു,
നല്ല അർദ്ധകഞ്ഞ ഒരു നേതാവ്, മനുഷ്യനെ അടുത്തറിഞ്ഞ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും നല്ലൊരു സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവെന്ന് തന്നെ എനിക്കും അറിയാം. അപ്പോൾ ഞാനും അദ്ദേഹത്തെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപുള്ള വീഡിയോസൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് കളിക്കുന്ന നെറികെട്ട രാഷ്ട്രീയം, അതായത് എല്ലാം ചെയ്തു വെച്ച് എല്ലാവരെയും വേണ്ട രീതിയിൽ നോക്കിയിട്ട് പോയ ഒരു ഇടതുപക്ഷ സർക്കാരിനെ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം പരത്തിക്കൊണ്ട്, പിണറായി വിരുദ്ധത പരത്തിക്കൊണ്ടെന്ന് തന്നെ പറയണം. അങ്ങനെ പരത്തിക്കൊണ്ട് ഇവർ കളിക്കുന്ന വൃത്തികെട്ട കളി, ഒരുമാതിരി തേർഡ് റേറ്റ് രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പൊളിട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ്, അതായത് റീതിങ്ക് ചെയ്യുകയാണ്. ഈ പിണറായി സർക്കാർ എന്തെങ്കിലും ചെയ്തോ, ശരിക്കും UDF അല്ലേ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ശരിക്കും വയറ് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഇന്ധനവില കൂടി, അതേപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു കാര്യവും ചെയ്യാനായിട്ടൊരു കഴിവുമില്ലാത്ത, കള്ളത്തരം, വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന നേതാക്കന്മാരുള്ളൊരു സംഘടന, അങ്ങനെ തന്നെ കോൺഗ്രസിനെ വിളിക്കണം. അതായത് എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ടല്ല ഇവർ ഡയലോഗ് അടിക്കുന്നത്. ചെയ്യുന്നതിന് മുൻപേ ഡയലോഗ് അടിക്കും, എന്നാൽ ചെയ്യാനുള്ള കഴിവുണ്ടോ അതുമില്ല. പലതും ഇവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. മുൻപ് ഇവർ ഭരിക്കുന്ന 2016 അല്ലെങ്കിൽ അതിന് മുൻപുള്ള വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള 5 വർഷം ഇവർ ഇരുന്നിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? കുറേ കടമെടുത്ത് വെച്ചിട്ട് പോയി. ഇതൊന്നും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കൊടുക്കേണ്ട ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെയ്യേണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുള്ളൊരു വിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും വിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്യാനായിട്ടുള്ളൊരു പവർ, അല്ലെ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ചെയ്തത് പിന്നീട് വരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് വയനാട് തുരങ്കമൊന്നും ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്ന വയനാട് തുരങ്കമൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്, പാർട്ടിയുടെ തുടർ അല്ലെങ്കിൽ തുടർ ഭരണം എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വികസനങ്ങൾ നമ്മൾ ചെയ്തു പോകണം, അതൊരു പാർട്ടിയുടെ കടമയാണെന്നൊക്കെയാണ് ഇപ്പം മെഴുകുന്നത്. പരക്കെ ഒരു സംസാരമുള്ളത് VD സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നുണേശൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പലരും പറയുന്നത്. എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. അദ്ദേഹം നിലപാടുകൾ പലപ്പോഴായിട്ട് മാറ്റുന്നതായിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഞാനും കണ്ടിട്ടുണ്ട്. നിലപാടുകൾ ഏതൊരു മനുഷ്യനും മാറ്റും, പക്ഷേ ഇങ്ങനെ നിലപാട് മാറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ ഇതിൽ ദീപ്തി മേരി വർഗീസിനെ പറ്റി ഞാൻ പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് വലിയ രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ വന്നിരുന്ന് മെഴുകുന്നതും, അതേപോലെ തന്നെ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ചർച്ചകൾക്കിടയിലൊക്കെ നല്ല രീതിയിൽ മെഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തമ്മിൽ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഈ ദീപ്തി മേരി വർഗീസിന്റെ വായടപ്പിക്കുന്ന ഒരു വനിതയുണ്ട്. ഒരു പുലിക്കുട്ടി അല്ലെങ്കിൽ ഒരു പുലിച്ചേച്ചി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പുള്ളിക്കാരി നല്ല കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവെന്ന് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് വീണ്ടും ആവർത്തിക്കുന്നത്. ആ പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവിനെ പറ്റി ആ ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരാം. നിലവിൽ ഇവിടെ ഇപ്പോ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ പ്രസ്ഥാനം പൂച്ച പറ്റി കിടക്കുന്ന VD സതീശൻ മാത്രമല്ല ഇവിടെ ഇങ്ങനെ കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, വിവരാകാശ രേഖ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. വിവരാകാശ രേഖ അനുസരിച്ച് കഴിഞ്ഞ സർക്കാർ ഇവിടെ നിന്ന് പോകുമ്പോൾ 54,000 കോടി രൂപയോളം ഇവിടെ ഖജനാവിൽ ബാക്കിയാക്കി വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞിരുന്ന വിവരാകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. അത് എത്ര പേര് കണ്ടു എന്നറിയില്ല. പിന്നെ ഒരു കാര്യം, എന്തായാലും വലിയൊരു കണക്ക് 6,000 കോടി എന്ന് പറഞ്ഞല്ലോ. 6,000 കോടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചൊരു പാർട്ടിയാണ് ചേച്ചിയെ അല്ലെങ്കിൽ മേഡം ഇടതുപക്ഷം. നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഇരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പാർട്ടി തന്നെ ഭരണപക്ഷമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടം എത്ര കോടിയായിരുന്നു? ആ കടങ്ങൾ ആദ്യം തീർത്തിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു പാർട്ടിയായിരുന്നു ഇടതുപക്ഷം. ഇല്ല, ഒന്നുമില്ലാത്തൊരു സംസ്ഥാനത്തിനെ, അല്ല ഒന്നുമില്ലാത്തൊരു പൊതുഖജനാവിനെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത്, ഇടതുപക്ഷ സർക്കാർ ഇവർക്ക് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെ പുതിയൊരു ഭരണം വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി മിച്ചം വെച്ചിരിക്കുന്ന 6,000 കോടിയാണ്. ഇത് വല്ലതും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന സമയത്ത്? തൂത്ത് തുടച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വടിച്ച് വാരിയിട്ടാണ് അവർ പോയത്. എവിടെയൊക്കെ കടമെടുത്ത് വെക്കാമോ ആ കടമെല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണ് അവർ പോയത്. എന്നിട്ടും വന്നിരുന്ന് ചേച്ചി മെഴുകുകയാണ് ഈ പൊതുഖജനാവിൽ ഒന്നുമില്ല എന്നുള്ളത്. എന്നിട്ട് അറിയാതെ തന്നെ വായിൽ നിന്ന് വീണു 54,000 കോടിയൊന്നുമല്ല, 6,000 കോടിയാണ് അക്കൗണ്ടിലുള്ളത് എന്നുള്ളത്. പൂച്ച പറ്റി കിടക്കുന്ന അക്കൗണ്ടിൽ, അല്ലെ പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവിൽ 6,000 കോടി ഉണ്ടെന്ന് ദീപ്തി മേരി വർഗീസ് മേഡത്തിനും സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ഇനിയാണ് കളികൾ. ദീപ്തി മേരി വർഗീസിന്റെ വാ അടഞ്ഞുകൊണ്ട് മിണ്ടാതെ ഒരു മൂലക്കിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിനി കാണാം. കിഫ്ബിയിലൂടെ വികസനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ആശുപത്രികൾ മാറി, ഇവിടുത്തെ വിദ്യാലയങ്ങൾ മാറി, ഇവിടുത്തെ പൊതുഗതാഗത സൗകര്യങ്ങൾ ആകെ മാറി. ഇതിലല്ല നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് പ്രയോജനപ്പെടുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു വിഷയം, ഇവിടെ ഇപ്പൊ
KSRTC-യിലേക്ക് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കണമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ അതിന് പിന്തുണയ്ക്കുകയാണ്. നിങ്ങൾ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കണം, അത് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, ഇവിടെ കർഷക തൊഴിലാളികളുണ്ട്, മത്സ്യമേഖലയിൽ തൊഴിലാളികളുണ്ട്. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ സർക്കാർ തന്നെ കണ്ടെത്തിയ അതിദരിദ്രരെ കണ്ടെത്തിയിട്ടുണ്ട്, 60,000-ഓളം വരുന്ന കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ലിംഗഭേദമന്യേ അവർക്ക് എല്ലാവർക്കും എന്ത് കൊടുക്കണം? ഈ പറയുന്ന സൗജന്യ യാത്ര കൊടുക്കണം. തീർച്ചയായിട്ടും ആ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് KSRTC ഞാൻ കൊടുക്കണമെന്നേ, കൊടുക്കണം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, കൊടുക്കണം. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ ഏപ്രിൽ മാസം ഇവിടെ ഈ KSRTC-ക്കകത്ത് KSRTC തന്നെ ഇവിടെ ഗതാഗത സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു, ജെൻഡർ ടിക്കറ്റിംഗ് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തതിനനുസരിച്ച് പറയുന്നത് ഒരു ദിവസം KSRTC-യുടെ പ്രതി ദിവസം വരുമാനം എന്ന് പറഞ്ഞാൽ 7 കോടി രൂപയാണ്. ആ KSRTC-യിൽ സഞ്ചരിക്കുന്നതിൽ 40% മുതൽ 50% വരെയുള്ള ആരാ? സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 3.5 കോടി രൂപയോളം വരുന്ന വരുമാനം, 4.25 കോടി രൂപയോളം വരുന്ന വരുമാനം എവിടെ ഈ സ്ത്രീകളുടെ ടിക്കറ്റിൽ നിന്ന് മാത്രം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം 120 കോടി രൂപയുടെ നഷ്ടം ആർക്കുണ്ടാവുന്നു? KSRTC-ക്ക് ഉണ്ടാവുന്നു. ആ നഷ്ടം നിങ്ങൾ എങ്ങനെ പരിഹരിക്കാനാ പോകുന്നത്? അപ്പൊ അവിടെ നിങ്ങൾക്ക് പറയുന്ന ഉത്തരവ് ഇതുണ്ടാവും, നിങ്ങൾ കടമെടുക്കുന്നു. പക്ഷെ കടമെടുക്കുമ്പോൾ ഒരു കാര്യം, ഈ നിത്യചെലവിന് വേണ്ടിയിട്ടല്ല കടമെടുക്കേണ്ടത്. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കടമെടുത്തു എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ആർത്തിയാണ് മെച്ചപ്പെടുന്നത്. നമുക്ക് ഈ സർക്കാർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് വെയിറ്റ് ചെയ്താലോ? തീർച്ചയായും. കാരണം ഇവർ ആദ്യം പറഞ്ഞു അതായത് നിങ്ങൾ പറയും കടമെടുത്ത് വീട്ടുമെന്നുള്ളത്. കേരളത്തിലെ മുൻപുണ്ടായിരുന്ന സർക്കാർ, അതായത് നിങ്ങളുടെ ഭരണത്തിന് മുൻപുണ്ടായിരുന്ന സർക്കാർ കടമെടുത്തതെല്ലാം ഈ പറയുന്ന മേഖലകളെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ നിത്യേന കടമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്തുണ്ടായിരുന്ന കടങ്ങൾ വീട്ടാനും അതിനുശേഷം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം നല്ല സുഗമമാക്കാനും ആ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ സർക്കാർ കടമെടുത്തതെന്നുള്ളതാണ് ഈ പറയുന്ന ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരാൾ പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ്. ദീപ്തി മേരി വർഗീസിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഇവരുടെ പാർട്ടിയിലുള്ള എല്ലാവരുടെയും അവസ്ഥ. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ആകെ പറയാനുള്ളത് ഒരു വലിയൊരു കോട്ട ഇവർ കെട്ടിയിട്ടുണ്ട്, ഒരു ചീട്ടുകൊട്ടാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കള്ളങ്ങൾ കൊണ്ടൊരു ചീട്ടുകൊട്ടാരം ഇവർ കെട്ടിയിട്ടുണ്ട്. ആ ചീട്ടുകൊട്ടാരത്തിൽ നിന്നുകൊണ്ട് എന്തും പറയാം, അല്ലെങ്കിൽ എന്ത് കള്ളത്തരവും പറയാം. ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണ്, ആ മണ്ടന്മാർ ഞങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ചോളും എന്നുള്ളൊരു ചിന്താഗതി. ആ ചിന്താഗതി ഒന്നുകൊണ്ട് തന്നെയാണ് ഇവർ വിജയിച്ചിരിക്കുന്നതും EVM തട്ടിപ്പിൽ കൂടിയാണ് വിജയിച്ചിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഞാനൊന്നും അതൊന്നും പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ സത്യം അത് തന്നെ ആയിരിക്കുമെന്നേ. ഇനി അത് പറയുന്നത് കൊണ്ട് ഇനി ചില ആളുകൾക്ക് കയറി കൊണ്ടു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ EVM എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ട് എന്ന് ഞാനിങ്ങനെ അറിയുന്നുണ്ട്. ഒരു കരക്കമ്പി ഉണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, എന്തായാലും അന്വേഷിച്ചറിയാൻ സാധിക്കട്ടെ. ഇപ്പോൾ പിണറായി വിജയൻ സഖാവ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഓരോരുത്തർക്കുമുള്ള മറുപടിയുമായിട്ട്. അതായത് വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും വേണ്ട. ഇത് അവസാനത്തെ തോൽവിയുമല്ല, ആദ്യത്തെ തോൽവിയുമല്ല. ഒരു തോൽവി എന്ന് പറയുന്നത് ഒരു വിജയത്തിന്റെ മുന്നോടിയാണ്. തിരിച്ചു കയറി വരും, ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ വലതുപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് വലിയൊരു തിരിച്ചടി എന്നോണം, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെ പേടിപ്പിക്കാനായിട്ട് ഓപ്പോസിറ്റ് ലീഡറായിട്ട് നിൽക്കുന്നതും പിണറായി വിജയൻ സഖാവ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ആളുകളായിരുന്നു പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവായി വരരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടിയിലുള്ളവരെ തന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് സംസാരിപ്പിച്ചത്. എന്തായാലും കലികാലം തുടങ്ങാൻ പോവുകയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഇത് ഞാൻ പറയുമ്പോൾ പല ആളുകളും വന്നിരുന്നുകൊണ്ട് നെഗറ്റീവിൽ കുറച്ച് മെഴുകാറുണ്ട്. മെഴുകാനുള്ളവരെന്താണെന്നുണ്ടെങ്കിലും മെഴുകും അല്ലേ. അവരങ്ങ് മെഴുകിക്കോട്ടെന്നേ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തെരുവിൽ കിടക്കുന്ന പട്ടി വരയ്ക്കും നമ്മളെന്തിനാ നോക്കും, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പട്ടി വരയ്ക്കും നോക്കിയാൽ പോരെ എന്നൊരു മൈൻഡ് സെറ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ആട് കിടന്നിടത്ത് ആടിൻ്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ അവസ്ഥ മാറുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വികസനങ്ങൾ ചെയ്യാനൊരു വിഷനുള്ളൊരു മനുഷ്യനായിരുന്നു VD സതീശൻ. അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ലതാണ്. നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ലതാണ്. എന്നാൽ ചെയ്യാതെ വെറും പ്രകടനം അല്ലെങ്കിൽ പ്രഹസനം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. എന്തായാലും പുതിയ മെഴുകലുകൾ വരുമ്പോൾ അടുത്ത ദിവസം നമുക്കത് ചർച്ച ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.